ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവായിട്ട് ഇരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവായിട്ട് ഇരുന്നാൽ എങ്ങനെ നമ്മുടെ വീട് തന്നെ മാറും, എങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടാവും, ഇതിനെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഉണ്ടാവുമ്പോൾ കൂടുതൽ ക്ലെൻലിനെസ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നു. നമ്മളൊന്ന് പോസിറ്റീവായിട്ട് ഓപ്റ്റമിസ്റ്റിക് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും. നമുക്ക് ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും എല്ലാം നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. അതുപോലെ നമുക്കിങ്ങനെ നീട്ടി വയ്ക്കാനുള്ള ശീലം അത് കുറവായിരിക്കും. അപ്പം നമ്മൾ കൂടുതൽ പ്രൊആക്റ്റീവ് ആയിരിക്കും. നമുക്ക് എല്ലാ കാര്യവും കൂടുതൽ ചെയ്യണം, അങ്ങനെയുള്ളൊരു എനർജി നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ മൈൻഡ് ഡീക്ലട്ടേർഡ് ആകുമ്പോൾ, അല്ലാതെ നമ്മുടെ മൈൻഡ് നല്ല ക്ലിയർ ആകുമ്പോൾ, അപ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്പേസും നല്ല ക്ലിയറായി തന്നെ ഇരിക്കുന്നു. നമ്മൾ വീട് വൃത്തിയാക്കുന്നത് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. നമുക്ക് ഇത് ചെയ്യാനുണ്ടല്ലോ എന്ന ഫീലിങ്ങോടെയല്ല, ബട്ട് എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടി നമുക്ക് വീട് ക്ലീൻ ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവുന്നു. അടുത്തൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ റിലേഷൻഷിപ്സ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യുന്നു. നമ്മൾ നല്ല പോസിറ്റീവായിട്ടിരുന്നാൽ നമ്മൾ എല്ലാവരായിട്ടും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും അതുപോലെ നമ്മൾ ഒത്തിരി താങ്ക്ഫുള്ളായിരിക്കും നമുക്ക് കിട്ടുന്നതിലെല്ലാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ മൊത്തത്തിലുള്ള എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒത്തിരി പീസ്ഫുൾ ആവുകയും ചെയ്യും. നമ്മൾ ആർഗ്യുമെൻറ്റ്സിന് പകരം ഡിസ്കഷൻസ് ആവും. പിന്നെ അതുപോലെ ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി ടീം വർക്ക് ആവും. നമ്മുടെ മൈൻഡ് കാം ആൻഡ് കൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ വീടെന്ന് പറയുന്നത് ഒരു മ്യൂച്വലി റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാമുള്ള നല്ലൊരു സമാധാനമുള്ളൊരു സ്പേസാക്കി മാറ്റാൻ പറ്റുന്നു. അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ മെൻ്റലി നല്ല ഹാപ്പി ആൻഡ് പീസ്ഫുള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് കൂടുതൽ നീറ്റ് ആൻഡ് ടൈഡി ആക്കുക മാത്രമല്ല, അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തുന്നു. നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവാനും, ക്ലീൻ ആൻഡ് ടൈഡി ആയാൽ മാത്രം പോരാ, കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനും, നല്ല ഭംഗിയിൽ കീപ്പ് ചെയ്യാനും, ഫേർണിച്ചർ റീഅറേഞ്ച് ചെയ്യാനും, പുതിയ ഡെക്കോർ ആഡ് ചെയ്യാനും, നമുക്ക് പുതിയ എന്തെങ്കിലും ക്രാഫ്റ്റുകളൊക്കെ ട്രൈ ചെയ്യാനും എല്ലാത്തിനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുന്നു. പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല, പക്ഷെ നമ്മളത് ഹാപ്പി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്പേസിനെ നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഒരു ഗ്ലോ ഉണ്ടാവുന്നു നമ്മുടെ വീട്ടിൽ. നമ്മൾ ഡള്ളായിട്ടിരിക്കുമ്പോൾ മിക്കവാറും ആകെ ഒരു മെസ്സായിരിക്കും വീട്. നമ്മൾ മെൻ്റലി ഫിസിക്കലി അതുപോലെ നമ്മൾ ഇരിക്കുന്ന സ്പേസും ഒരു മെസ്സായിരിക്കും. അപ്പം ഈ നെഗറ്റിവിറ്റിയാണ് ഈ ഒരു പ്രോബ്ലത്തിന് മെയിൻ കാരണം. അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആവാനും ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും എല്ലാം പറ്റുന്നു. നമുക്ക് കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ വന്നാൽ ലെറ്റ് ഇറ്റ് ഗോ എന്ന് വയ്ക്കാനും, അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ബോദർ ചെയ്യണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കാനും എല്ലാം നമുക്ക് ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ച് സാധിക്കുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ഡീക്ലട്ടർ ചെയ്യാനും എല്ലാം നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവുന്നു. മോർ പീസ്ഫുള്ളായിരിക്കും. നമ്മുടെ തോട്ട്സ് പോലെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നല്ല സമാധാനമുള്ളതാവുന്നു. വീടിൻ്റെ ഒരു ടോൺ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. നമ്മളൊരു ഹാപ്പി കൈൻഡ് പീസ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ആ എനർജി നമ്മുടെ വീട്ടിലെ ചുറ്റുമുള്ള ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ വീട് മൊത്തം ആ ഒരു വാംത്ത് വെച്ച് നിറയുകയും ചെയ്യും. ഗസ്റ്റ്സ് കയറി വരുമ്പോൾ തന്നെ അവർക്കും നമ്മുടെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. നമ്മളുടെ സന്തോഷവും ചിരിയും കളിയും എല്ലാം അവരിലേക്കും സ്പ്രെഡ് ചെയ്യുന്നു. നേരെ മറിച്ച് നമ്മൾ ആകെ ഡെസ്പായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർലി അവരെ സെർവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു നെഗറ്റീവ് എനർജി അവർക്ക് കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങളും കോൺവെർസേഷൻസും എല്ലാം ടെൻഷനുള്ളതായിരിക്കും. അപ്പം അതും ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലോട്ട് വരാനുള്ളൊരു ഇഷ്ടം പോവുകയും ചെയ്യും. വരുന്നവർ സന്തോഷമായിട്ടിരിക്കുകയില്ല. നമ്മുടെ ഡെയിലി പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നല്ലൊരു പേർപ്പസായിട്ടാണ്. നമ്മൾ
ജസ്റ്റ് കാര്യങ്ങൾ ചെയ്യല്ല, നമ്മൾ ഓരോരോ ഇൻറ്റൻഷനോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നതുപോലെ ഇന്ന് പോകണം എന്നൊക്കെയുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഇപ്പം കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും അതല്ല വർക്ക് ഫ്രം ഹോം ആണെങ്കിലും എല്ലാം നല്ലൊരു സ്മൂത്ത് ഫ്ലോയിൽ പോവുകയും ചെയ്യും. അതുപോലെ നമുക്ക് കുട്ടികളെ മാനേജ് ചെയ്യുമ്പോഴും നമുക്കങ്ങനെ ദേഷ്യം വരുമോ, നമുക്ക് കുറേയും കൂടി ക്ഷമയുണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മുടെ വീടെന്ന് പറയുന്നത് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് മാത്രമാവില്ല, നമുക്ക് കൂടുതൽ ആക്ഷനും അച്ചീവ്മെൻറ്റും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി സ്പേസാക്കി മാറുന്നു. ഇതെല്ലാം നമ്മുടെ മൈൻഡിൻ്റെ പോസിറ്റിവിറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവും അല്ലേ. നമുക്കുള്ള കാര്യങ്ങൾ, നമുക്കുള്ള വീട്, അതുപോലെ അത് എത്ര വലുതാണോ ചെറുതാണോ സ്റ്റൈലിഷാണോ ഇതൊന്നും നോക്കാതെ തന്നെ എന്താണോ നമുക്കുള്ളത് അതിൽ നമ്മൾ ഒത്തിരി ഹാപ്പി ആവാൻ പറ്റും, താങ്ക്ഫുൾ ആവാൻ പറ്റും. എന്താണ് ഇല്ലാത്തത് എന്നതിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നമുക്കുള്ള കാര്യങ്ങൾ, മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടെൻമെൻ്റാണ്. കണ്ടെൻമെൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സ്പേസ് ഉള്ളതെല്ലാം നമുക്ക് ഇനഫാണ് എന്ന തോന്നലാണ് ഉണ്ടാവുക. അതില്ലല്ലോ ഇതില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരെയില്ല. ഉള്ള സാധനങ്ങൾ നീറ്റാക്കി വെച്ചിട്ട് അതിൽ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെ ഒത്തിരി ഹാപ്പിയാക്കും. അതുപോലെ നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സ് കൂടുതൽ ഫോം ചെയ്യാൻ നല്ല പോസിറ്റീവായിട്ട് ഇരുന്നാൽ നമുക്ക് സാധിക്കും. കൂടുതൽ ഹെൽത്തി റുട്ടീൻസിലോട്ട് പോകാൻ പറ്റും. ലൈക്ക് മോർണിംഗ് മെഡിറ്റേഷൻ ആണെങ്കിലും മീൽ പ്രിപ്പറേഷൻ ചെയ്യാനാണെങ്കിലും പല പല കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഗുഡ് ഹാബിറ്റ്സ് ആയിട്ട്. അതെല്ലാം അഡോപ്റ്റ് ചെയ്യാൻ നമുക്കൊരു മടി തോന്നില്ല. നമുക്ക് തന്നെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഫീലാണ് എപ്പോഴും ഉണ്ടാവുക. ഇങ്ങനത്തെ ഗുഡ് ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടായാൽ തന്നെ നമ്മുടെ ഫാമിലിക്കും അതുപോലെ നമ്മുടെ വീട്ടിലെ മൊത്തത്തിലെ ആറ്റിറ്റ്യൂഡും എല്ലാം മാറും. എല്ലാവരും ഒരു ഹെൽത്തിയർ റുട്ടീനിലോട്ട് മാറുകയും ചെയ്യും. നമ്മുടെ കുക്കിംഗ് ബെറ്ററാവും, നമ്മുടെ സ്ലീപ്പിംഗ് ബെറ്ററാവും, നല്ല നല്ല റുട്ടീൻസ്, ഹെൽത്തി റുട്ടീൻസ് നമ്മൾ കൊണ്ടുവരും. പിന്നെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ മനസ്സിൽ മാത്രം ഇങ്ങനെ അയ്യോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് മാത്രമല്ല, അത് നമുക്ക് കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഹസ്ബൻഡിന് ഒരു ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ കുട്ടികൾ ടാൻട്രംസ് എടുത്താൽ ഹൗ യു ഷുഡ് റെസ്പോണ്ട്. അതിന് നമ്മൾ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുകയോ നമ്മൾ വിഷമിക്കുകയോ ഒന്നുമല്ലാതെ അതിന് ഉചിതമായ റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും നല്ല പോലെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ അമ്മ സമാധാനത്തിലാണ് റിയാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസും അതിനനുസരിച്ച് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി ബോണ്ട്സ് ഇമ്പ്രൂവ് ചെയ്യാനും കുട്ടികളുടെ സ്വഭാവം നന്നാവാനും പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ട് മാറും. നമ്മൾ ഷെയർ ചെയ്യും തോറും പോസിറ്റിവിറ്റി മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇത് ഒത്തിരി കുറച്ച് പേരിലേക്കെങ്കിലും ഈ പോസിറ്റിവിറ്റി എത്തും. എനിക്ക് ഉറപ്പാണ് ഇത് കേൾക്കുന്ന ആ കുറച്ച് ആളുകളിലെങ്കിലും നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ നമ്മളിലോട്ട് ഒതുങ്ങാതെ കൂടുതൽ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവുന്നു. അപ്പം അത് മറ്റുള്ളവരിലും നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അവരും കൂടുതൽ ഹാപ്പി ആവുന്നു. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ സന്തോഷം നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും, നമ്മുടെ വീട്ടിൽ മൊത്തം ആ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മുടെ വീട് എന്താ പറയുക, ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടിരിക്കുന്നത്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിന് ചെയ്യാൻ പറ്റാത്ത മാജിക്ക് ഒന്നുമില്ല. അത്രയധികം കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്
ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ക്ലീനിങ് ചെയ്യാനാണെങ്കിലും മറ്റുള്ളവരോട് കൈൻഡായിട്ട് സംസാരിക്കാനാണെങ്കിലും നല്ലൊരു പീസ്ഫുൾ വൈബ് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും പോസിറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് വീട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലോട്ട് തന്നുവിടാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാനും മറന്നു പോലെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.